ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ടു ഏകലാണി ഫസിൽ സാറാണ്. അപ്പോൾ NMMS എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മക്കളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവസാനം വരെ കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത്, എക്സാമിനേഷനകത്ത്, എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാം മൺഡേ ആണ്, 9-ാം തീയതിയാണ്. അപ്പോൾ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ നാളെ, അതായത് അല്ലെങ്കിൽ ഞായറാഴ്ച തൊട്ട് തലേ ദിവസം തന്നെ തുടങ്ങണം. ഓക്കെ, യെസ്. അപ്പോൾ ലിസൺ, എങ്ങനെയാണ് ആ പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് വെക്കാം, എഴുതാനുള്ള ഒരു പെന്ന്, എഴുതാന്ന് വെച്ചാൽ അത് എഴുതാനും നമുക്ക് ബബിൾ ചെയ്യാനുള്ള പെന്ന്, ആ പെന്നും കാര്യങ്ങളും എടുത്ത് വെക്കണം. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മൊത്തം നമുക്ക് എന്തൊക്കെയാണോ എക്സാം ഹാളിൽ വേണ്ടത് അതെല്ലാം എടുത്ത് വെക്കാം. ഈവൻ നമുക്ക് വെള്ളം വേണമെങ്കിൽ ആ വെള്ളം നിറയ്ക്കാനുള്ള കുപ്പി വരെ എടുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ കർച്ചീഫ് വേണമെങ്കിൽ കർച്ചീഫ് എടുത്ത് വെക്കണം. അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ ആ ഒരു സമയത്ത് ആവശ്യമായിട്ട് വരാം, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടെത്തി അതെല്ലാം ഒരേ സ്ഥലത്ത് എടുത്തു വെക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത്, ഏത് ഡ്രസ്സ് എക്സാമിനേഷന് പോകുമ്പോൾ ഇടണം എന്നുള്ളത് ഞായറാഴ്ച തന്നെ തീരുമാനിച്ചിട്ട് ആ ഡ്രസ്സ് ഒന്ന് അയണൊക്കെ ചെയ്ത് സെറ്റാക്കി, യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം. കാരണം എന്താ പറയുക, എക്സാമിനേഷന് പോകുന്ന സമയത്തും എൻ്റെ സോക്സ് കാണാനില്ല, എൻ്റെ ടൈ കാണാനില്ല, അയ്യോ എൻ്റെ ഹെയർ ബാൻഡ് എവിടെ പോയി, എൻ്റെ പിന്നെവിടെ പോയി, എൻ്റെ ഇതിങ്ങനെ ഒരുപാട് ചൊറകൾ വരും. അതൊക്കെ നമ്മൾ ടെൻഷൻ ആക്കും, ചുമ്മാ വെറുതെ സമയം കളയും. ഓക്കെ, അപ്പം എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്തു വെക്കാം, വേണ്ട സാധന സാമഗ്രികൾ മൊത്തം എടുത്തു വെക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊട്ട് തലേ ദിവസം നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് മൊത്തമായിട്ടൊന്ന് മനസ്സിലാക്കി അതെല്ലാം എടുത്തു വെക്കാം. അടുത്തത് ഉറക്കമാണ്, ഉറക്കം ആൻഡ് പ്രിപ്പറേഷൻ. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണം. അതെന്താണെന്ന് വെച്ചാൽ, ലിസൺ, തൊട്ട് തലേ ദിവസം ഞായറാഴ്ച ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. അത് മറക്കണ്ട. നമ്മുടെ ഏകണ്ട ചാനലിൽ, ഈ ചാനലിൽ ഇവിടെ ഏകണിൽ രാത്രി 7 മണി മുതൽ ഒരു റിവിഷൻ ക്ലാസ് ഉണ്ട്. വല്ലാതെ നീണ്ടുപോല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റും സാറ്റും ഡിസ്കസ് ചെയ്ത് നിങ്ങളങ്ങ് വിടും. ഒരു കോൺഫിഡൻസ് തന്നിട്ട്, നല്ലൊരു മോട്ടിവേഷൻ തന്നിട്ട് എല്ലാവരും അതിനെ പ്രാപ്തരാക്കിയിട്ട് മാക്സിമം ഒരു 9:30 10 മണിയാകുമ്പോഴേക്കും അത് തീരും. അതിൻ്റെ അപ്പുറം ആരും ഇരുന്ന് പഠിക്കരുത്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടുകൾ, നിങ്ങൾ കണ്ട ക്ലാസ്സുകൾ, എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ വേണ്ട ഉറങ്ങിക്കോളൂ. എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങുക. ഓക്കെ, യെസ്, ഉറങ്ങുന്നതിന് മുമ്പ് തലേ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകുന്ന ഭക്ഷണം വേണം കഴിക്കാൻ. അതായത് വയറിനൊന്നും പണി കിട്ടരുത്. തൊട്ട് തലേ ദിവസം ഞായറാഴ്ച ഒന്നും പോയിട്ട് ഷവർമ, ഷവായ, കുഴിമന്തി അതൊന്നും കഴിച്ച് പണി മേടിക്കരുത്. എനിക്കൊക്കെ അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നല്ല ലേറ്റായുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാം, നല്ല വെള്ളമൊക്കെ കുടിക്കാം. അതുപോലെ അതിരാവിലെ എണീക്കുക, കുളിച്ച് മാറ്റി വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, അത്യാവശ്യം നേരത്തെ തന്നെ എന്ത് ചെയ്യുക, എക്സാമിനേഷന് പോവാം. അപ്പോൾ 9 മണിക്കാണ് എക്സാമെങ്കിൽ രാവിലെ ഒരു 6:30 തന്നെ പോവുക, ഒരേറ്റ വീക്ക് വെച്ചിരും. 9 മണിക്ക് പരീക്ഷയാണെങ്കിൽ 8:30 എത്തുക. ഒരു അരമണിക്കൂർ മുന്നേ, എക്സാം തുടങ്ങുന്നതിൻ്റെ, എക്സാം ഹാളിലേക്ക് കയറുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എത്തുക. പിന്നെ ലിസൺ, അപ്പോൾ നമ്മളൊരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പങ്ക്ച്വാലിറ്റി കീപ്പ് എന്നുള്ളതാണ് പങ്ക്ച്വാലിറ്റി. ഓക്കെ, എല്ലാ സാധനങ്ങളും എടുത്തുനിന്ന് ഉറപ്പ് വരുത്തണം, 2 തവണ ഉറപ്പ് വരുത്തണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഇനിയൊരു കലാപരിപാടി ഉണ്ട്, അവോയ്ഡ് അൺനെസസറി ഡിസ്കഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. ഈ ഡിസ്കഷൻസ് ഒഴിവാക്കണം. നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചോ, നീ ഇന്നലെ ക്ലാസ് കണ്ടോ, നീ അവിടെ പോയിനോ, നീ ഇവിടെ കണ്ടോ, അവിടെ എത്ര ആൾക്കാരുണ്ട്, ഇനി ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾ പോയി ഫൈനൽ എക്സാം എഴുതുന്ന പോലെ എഴുതുന്ന പരീക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അൺനെസസറി ആയിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻസ് മൊത്തം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൻ്റെ സുഗന്ധം ആസ്വദിക്കാനോ ആ ക്ലാസ്സിൻ്റെ ഭംഗി ആസ്വദിക്കാനോ വേണ്ടി ആരും നിൽക്കണ്ട. ചുരുക്കി പറഞ്ഞിട്ട് നമുക്കൊരു സ്വഭാവമുണ്ട്, അവിടുത്തെ ജനലിൽ എത്ര കമ്പി ഉണ്ട്, ക്ലാസ് ടീച്ചർ, സോറി, നമുക്കറിയാവുന്ന ടീച്ചർ ആവില്ല വന്നിട്ടുണ്ട്, വേറെ പുറത്തുനിന്നുള്ളൊരു ടീച്ചറാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചറിൻ്റെ മൊഞ്ചൊക്കെ നോക്കിയിരിക്കുക. ഈ പരിപാടിക്കൊന്നും നിൽക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചെല്ലുക, നമുക്ക് വേണ്ട സാധന സാമഗ്രി, മിസ്റ്റർ ബി മറ്റേ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി എല്ലാ പെന്നും പെൻസിലൊന്നും എടുത്തിടാൻ നിൽക്കണ്ട. ആ ഒരു ഒരു പെന്നാണ്, 2 പെന്ന്, ആ പെണ്ണ് എടുത്ത് വെക്കുക, വേറെ ഒന്നും വേണ്ട. ഓക്കെ, നമ്മുടെ കർച്ചീഫ് കാര്യങ്ങൾ, വാട്ടർ ബോട്ടിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അതുപോലെ വാച്ച്, ഒരു ടൈം, ഡീറ്റെയിൽ വാച്ച് ആയിരിക്കില്ല, ഏറ്റവും നല്ല അനലോഗ് വാച്ചാണ്. ഇതുപോലെ സൂചി വിടുന്ന വാച്ചാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള വാച്ചൊക്കെ എടുത്ത് വെച്ച് ടൈം എന്തായാലും വാച്ച് മസ്റ്റാണ്. വാച്ച് എന്തായാലും എടുത്ത് നോക്കണം, മസ്റ്റാണ്. വാച്ച് നിർബന്ധമാണ്. വാച്ച് നിന്ന് എഴുതുന്നുണ്ട് വാച്ച്. ഓക്കെ, വാച്ച് സമയമില്ലാണ്ട് സമയം നോക്കണ്ടേ. ഓക്കെ, അങ്ങനെ അതും എടുത്ത് വെച്ച് നേരെ വെക്കുക, റിലാക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് റിലാക്സ് ചെയ്യാം. വരാൻ പോകുന്ന ഏത് ക്വസ്റ്റ്യൻ, എന്ത് സാധനമാണ്, ഒന്നും ഒരു കുഴപ്പമില്ല. ആര് എൻ്റെ അടുത്തുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നന്നായിട്ട് എൻ്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതൊന്നും നോക്കണ്ട. റിലാക്സ് ചെയ്തിരിക്കുക. പരീക്ഷാ പേപ്പർ കിട്ടുക, വായിക്കുക,
പറഞ്ഞു തന്നാലും എങ്ങനെ പരീക്ഷ എഴുതേണ്ടതെന്ന് ഒന്നും നോക്കണ്ട, വലിച്ചു വിടുക, പരീക്ഷ എഴുതുക. ഒരു സമയം പോലും പാഴാക്കരുത്. അപ്പുറത്തേക്ക് ബോംബ് പൊട്ടിയാലും നമ്മൾ അറിയരുത്, അപ്പുറം ഭൂമിക്കുലുണ്ടായാലും അറിയരുത്. എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യരുത്, നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെവർ മൈൻഡ് പരീക്ഷ എഴുതിയിരിക്കുക. എഴുതി കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ കറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ അപ്പം നോക്കരുത്. അപ്പോഴും നോക്കരുത്. ആദ്യത്തെ എക്സാം മാറ്റ് ആണെങ്കിൽ മാറ്റ് കഴിഞ്ഞിട്ട് നോക്കരുത്. ഓക്കെ, സാറ്റ് കഴിഞ്ഞു, മാറ്റാണ് ഫസ്റ്റ് എക്സാം വരിക. ഒരിക്കലും എക്സാം കഴിഞ്ഞിട്ട് 2 എക്സാമിന്റെ ഇടയിലുള്ള സമയത്ത് ചത്ത കുട്ടിയുടെ ജാതകം നോക്കരുത്. അപ്പൊ ലിസൺ, നോ മോർ ഡിസ്കഷൻസ്. അതേ ഉള്ളൂ, നോ മോർ ഡിസ്കഷൻസ് അവിടെ വേണ്ട. അപ്പൊ ആദ്യത്തെ പരീക്ഷ 1.5 മണിക്കൂർ കൊണ്ട് തീർന്നു. പിന്നെ റിലാക്സിംഗ് ടൈമാണ്. നമ്മുടെ പേരൻസ് നമ്മളെ കൂടെ ഉണ്ടായിരിക്കും, സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോഴും നീ അത് ചെയ്ത് ശരിയാണോ, നീ എത്രണ്ണം ചെയ്തു, അതൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ 90 ചെയ്തിട്ടുണ്ടായിരുന്നു, സമയം കിട്ടി, അതൊന്നും നെവർ മൈൻഡ്. നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് ശരിയാണ്, നമ്മുടെ മനസ്സിന് ശരിയാണ്. അതുകൊണ്ട് അതങ്ങ് വിടാം. നേരെ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ പുതിയ ഇരുന്ന് വായിക്കണം എന്നല്ല. നമുക്ക് ഏതെങ്കിലും ഭാഗം മറന്നു പോകുന്ന ഉറപ്പുള്ളത്, ഇയറുകൾ, പേരുകൾ, അതൊക്കെ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ആക്കി കൊണ്ടുപോകാം. ഓക്കെ, അതൊക്കെ എടുക്കുന്നുണ്ട്. ഷോർട്ട് നോട്ടുകൾ എല്ലാ ബുക്കും എടുത്ത് കൊണ്ടുപോകണമെന്നല്ല, ഷോർട്ട് നോട്ടൊക്കെ എടുത്ത് കൊണ്ടുപോകാം. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്ത്, പഴയ എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യരുത്, വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നല്ല റിലാക്സ് ആയിട്ട് പോയി കയറാം. ആരെങ്കിലും വന്നിട്ട് നീ അത് നോക്കിയിരുന്നു, ഇത് പഠിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവി ഇങ്ങനെ ഒറ്റ ഓട്ടം കണ്ണ വഴി ഓടും. ഓക്കെ, അത് കേൾക്കാൻ നിൽക്കരുത്. നേരെ പോയി എക്സാം ഹാളിൽ കയറാം, നല്ലപോലെ പരീക്ഷ എഴുതാം. തിരിച്ചു വന്നിട്ട് നേരെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നും, എടാ ഇത് എഴുതിയ മൊത്തം ശരിയാണോ, അതൊന്നും ചോദിക്കണ്ട. കഴിഞ്ഞു, നല്ല റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതി നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ പറയാം, ഓക്കെ ഞാൻ എഴുതിയത് ഓക്കെയാണ്, സെറ്റാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മീൻസ് അവിടെ അങ്ങനെ വേണം എക്സാം ഹാളിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. നമ്മളോട് തന്നെ പറയാം, നമ്മളോട് തന്നെ ചോദിക്കുക, എടാ ഫസൽ എന്നെ എഴുതിയൊക്കെ ശരിയാണോ, നിനക്ക് കിട്ടുമോ? ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മളും നമ്മളെ മത്സരമായിട്ട് കൂട്ടിയാൽ മതി. അപ്പുറത്തുള്ളവർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതാണ് എനിക്ക് എക്സാമിന് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിലെ ആൻസർ കീൻ്റെ ഒരു ഷോർട്ട് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ആ ഡിസ്കഷന് പങ്കെടുക്കാൻ തീരെ മറക്കരുത്. മാത്രമല്ല അതിൽ എനിക്ക് ഏകദേശം മനസ്സിലാവും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പുകളിലൊക്കെ വരും. എത്ര സിമ്പിളായിട്ട് പറയണമെങ്കിൽ എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എത്രയും, ആ കാര്യങ്ങളൊക്കെ വരും. കട്ട് ഓഫ് മാർക്ക് എത്ര വരും, ജസ്റ്റ് ഒരു അനാലിസിസ് ഒക്കെ വരും. ഓക്കെ, എനിവേ അതൊക്കെ ഒന്ന് കാണുക. അതിനുശേഷം നമുക്ക് ഹാഫ് ഇയർലിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ 8th നമ്മുടെ മൊത്തം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകൾ മുഴുവൻ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് NMMSും അവിടെ തീരുമാനവും, നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ തീരുമാനം. ഓക്കെ, അപ്പം മറക്കണ്ട, നമുക്ക് 2 റിവിഷൻ ക്ലാസ്സുകളുണ്ട്. അതായത് തൊട്ട് തലേ ദിവസമുണ്ട്, അതിന് ഉന്നത ദിവസം 2 മിനി മാരത്തോൺ ക്ലാസ്സുകളും ഒരു മെഗാ മാരത്തോൺ ക്ലാസ്സുകളും ഉണ്ട്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ക്ലാസ്സുകൾ മിസ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. റിവിഷൻ ക്ലാസ് ആണ്, ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ടാറ്റാ ബൈ, സി യു അഗെയിൻ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.